ഈ 21 വിദ്യാർത്ഥികൾ മരിച്ചു എന്ന പേരിൽ സമരത്തിനിറങ്ങിയ ഈ അശുതോഷ് രംഗ, അഭിജിത്ത് ദീപ്കെ, സൗരവ് ദാസ് എന്നിവർ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി പാർട്ടി നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ജെൻസി അല്ല, നേരെ മറിച്ച് ഇത് കലാപകാരികൾ തന്നെയാണ്. ഇവർക്ക് വിദേശ ഫണ്ടിങ് ലഭിച്ചു എന്നതടക്കം സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ. എന്റെ ഓർക്കം പോയി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സമരം എന്ന പേരിൽ ഒരു രാജ്യ തലസ്ഥാനത്ത് കലാപം അഴിച്ചു വിട്ടതിന് ശേഷം അവർ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇവർ അവിടെ അവരുടെ കാമുകിമാർക്കൊപ്പം ലഹരി പാർട്ടിയിൽ ആറാടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ആളുകൾക്കൊപ്പമാണ് ഈ രാജ്യത്തെ ജെൻസി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇറങ്ങിത്തിരിച്ചത്. അത് ജെൻസി അല്ല ഇറങ്ങിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ അടിവരയിട്ട് തെളിയിക്കപ്പെടുകയാണ്. ലഹരി പാർട്ടിയാണ് ഇവർ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലക്ഷങ്ങൾ പൊടിച്ച് നടത്തുന്നത്. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. ഇവർക്കാരാണ് ഇതിനുള്ള പണം നൽകിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാമുകിമാർക്കൊപ്പം മറ്റൊട്ടനേകം സ്ത്രീകൾക്കൊപ്പം ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇവർ ലഹരി നുണയുന്ന, ലഹരി പാർട്ടിയിൽ ആറാടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇവരെ പിന്തുണച്ച് രംഗത്ത് വന്ന ആളുകൾക്ക് മുന്നിൽ ജനം TV ഈ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രാജ്യ തലസ്ഥാനത്തെ കലാപത്തിൽ മുക്കിയ ഈ ആളുകളാണ് ഇപ്പോൾ ലഹരി നുണഞ്ഞ് കാമുകിമാർക്കൊപ്പം ലഹരി പാർട്ടിയിൽ ആറാടുന്ന ദൃശ്യങ്ങൾ വന്നത്. നീ ആള് കൊള്ളാലോടാവേ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെയാണ് ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ കേസിൽപ്പെട്ട് ജയിലിലേക്കടക്കം പോകുന്ന സ്ഥിതി ഉള്ളപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ കലാപ സംഘത്തിന്റെ നേതാക്കൾ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കാമുകിമാർക്കൊപ്പം ലക്ഷങ്ങൾ പൊടിച്ച് ഈ ലഹരി പാർട്ടിയിൽ ആറാടുന്നത്. നമ്പിശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? मजा आया और मैं ये जो मजा है हिंदुस्तान के हर व्यक्ति को देना. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടു.